അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ, നമ്മുടെ കൂട്ടുകാർ എങ്ങനെ ആയിരിക്കുമോ അതുപോലെ ആയിരിക്കും നമ്മുടെ സ്വഭാവം. നല്ല നിസ്കരിക്കുന്ന കൂട്ടുകാരാണോ, എന്നാൽ നമ്മൾ നല്ല നിസ്കരിക്കുന്നവരായിരിക്കും. നല്ല ഇബാദത്തുള്ള നല്ല നല്ല മജ്‌ലിസിലേക്ക് പോകുന്ന നല്ല സ്വഭാവക്കാരായ നല്ല കൂട്ടുകാരാണെങ്കിൽ അത്തരത്തുള്ള നല്ല സ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതേ സമയത്ത് നമ്മുടെ കൂട്ടുകാർ ഒരു നിലക്കും അള്ളാഹുമായിട്ട് ബന്ധമില്ല, നിസ്കാരമില്ല, ഹറാമിയത്ത് കൂടിയ അങ്ങനെയുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മൾ എത്ര നല്ലവരാണെങ്കിലും നാം അറിയാതെ തന്നെ തെറ്റിലേക്ക് പോകുന്ന, പലപ്പോഴും നമ്മുടെ ഖൽബിൽ നിന്നും അള്ളാഹുവിൻ്റെ ചിന്ത ഇല്ലാതെയായി പോവുകയാണ്. അപ്പോൾ നാം ഇടപെടുന്ന ആൾക്കാർ എങ്ങനെയാണെന്ന് പലപ്പോഴും നാം നോക്കേണ്ടതാണ്. മഹാന്മാർ പറയുന്നത് കാണാം, മൻ ജലസ മഅ സമാനിയത്തി അസ്വനാഫിൻ സാദല്ലാഹു സമാനിയത അഷ്യാ. ഒരു 8 കൂട്ടരെ കൂടെ നാം ഇരുന്നാൽ അതിലൂടെ നമുക്ക് 8 കാര്യങ്ങളാണ് കിട്ടാൻ പോകുന്നത്. ഓരോരുത്തരോട് ഓരോ രീതിയിലായിരിക്കും നമുക്ക് അവരുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഒന്നാമതായി മഹാന്മാർ പറയുന്നു, മൻ ജലസ മഅൽ ഉമറാഇ. നേതാക്കന്മാരെ കൂടെ, രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ ദുനിയാവിൻ്റെ നേതാക്കന്മാരെ കൂടെ നാം കൂടിയാൽ അവിടെ നമുക്കുണ്ടാകുന്നത്, അവരിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യം എന്താണ്? സാദല്ലാഹുൽ കിബ്റ വ ഖസാബത്തുൽ ഖൽബ്. അതേ, കിബറായിരിക്കും പലപ്പോഴും അത്തരക്കാർക്കുണ്ടാവുക. ഖസാബത്തുൽ ഖൽബാണ്, ഖൽബിൻ്റെ മയം ഉണ്ടാവില്ല, ഒരു കടുപിടുത്തമുള്ള ഖൽബായിരിക്കും. ആരോടും സ്നേഹമില്ലാത്ത, കൃപയില്ലാത്ത അത്തരത്തുള്ളൊരു ഖൽബായിരിക്കും ഉണ്ടാകുക ദുനിയാവിൻ്റെ നേതാക്കന്മാരെ കൂടെ കൂടിയാൽ. രണ്ടാമതായി പറയുന്നു, ഒമൻ ജനസമാലിയായി. ഒരാൾ ഐശ്വര്യക്കാർ, പണക്കാർ, സ്വത്തുള്ളവരെ കൂടെയാണ് ഒരാളുടെ ജീവിതമെങ്കിൽ സാദല്ലാഹുൽ ഹിർസ ഫിദ്ദുനിയ വമാ ഫീഹാ. അദ്ദേഹത്തിനെന്നും ദുനിയാവിനോട് താല്പര്യമായിരിക്കും. അയാളെ കാറ് കാണുമ്പോൾ, അയാളുടെ മൊബൈൽ കാണുമ്പോൾ, അദ്ദേഹം ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ കാണുമ്പോൾ എനിക്കും വേണം, എനിക്കും അത് വേണം, അതുപോലത്തത് വേണം. ഇയാളെ കയ്യിലെല്ലാം ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിൻ്റെ വലിയ വലിയ വില പിടിപ്പുള്ള വസ്തുക്കളൊക്കെ കാണുമ്പോൾ ഇദ്ദേഹത്തിനിക്ക് അങ്ങനെയുള്ള കൊതിയായിരിക്കും അള്ളാഹു കൊടുക്കുക. മൂന്നാമതായി മഹാന്മാർ പറയുന്നു, മൻ ജലസ മഅൽ ഫുഖറാഇ സാദല്ലാഹു റിള ബിമാ ഖസമല്ലാഹു തആല. ഒരാളുടെ ജീവിതം മൊത്തം ഫക്കീറന്മാരെ കൂടെയാണ്, പാവപ്പെട്ടവരെ കൂടെയാണ് അദ്ദേഹം മൊത്തം അദ്ദേഹത്തിൻ്റെ ജീവിതം ചെലവ് ചെയ്യുന്നത്. അത്തരക്കാരോടാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്നും സമാധാനമായിരിക്കും, തൃപ്തിയായിരിക്കും. കാരണം അവരുടെ കഷ്ടപ്പാടൊക്കെ കാണുമ്പോൾ അള്ളാഹു എനിക്കെത്ര നിയമത്താണ് അള്ളാഹു നൽകിയത് എന്നുള്ള ആ നല്ല ചിന്ത ആ കാരണത്താൽ കിട്ടുമെന്ന് മഹാന്മാർ പറയുന്നു. വീണ്ടും മഹാന്മാർ പറയുന്നു, വമൻ ജലസ മഅ സുബിയാനി സാദല്ലാഹു ലഹ്വ വല്ലഅബ്. അതേ, നാം കൂടെ കൂടുന്നത് കുട്ടികളെ കൂടെയാണ്. എന്നും അവരോട് കൂടെയാണെങ്കിൽ നമുക്കൊന്നും കാര്യമുണ്ടാവില്ല, എന്നും കളി തമാശ മാത്രമായിരിക്കും. ഗൗരവം എന്നുള്ളത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുകയേ തന്നെ ഉണ്ടാവില്ല. കാരണം കുട്ടികൾ അങ്ങനെയാണല്ലോ, അവർക്കെന്ത് കാര്യം, അവർക്കെന്ത് ഗൗരവം. അപ്പോൾ നമ്മുടെ ആയുസ് മൊത്തം അങ്ങനെ ആയിപ്പോകും. കുട്ടികളെ കൂടെ കൂടാൻ പാടില്ല എന്നല്ല, പക്ഷേ സമയം മൊത്തം അവരെ കൂടെ ആയിപ്പോയാൽ നാം നഷ്ടത്തിലായി പോകും. അതാണ് മഹാന്മാർ പറഞ്ഞത്. വീണ്ടും കാണാം, വമൻ ജലസ് നിസാഇ സാദല്ലാഹുൽ ജഹ്ല വശഹ്വത. ഒരാളുടെ ഇരുത്തം, ഒരാളുടെ കൂട്ടുകെട്ട് എന്നും
പെണ്ണുങ്ങളുമായിട്ടാണ്. അദ്ദേഹം എവിടെ ആണുങ്ങൾ ഉള്ള സ്ഥലത്തല്ല പോയിരിക്കൽ. അദ്ദേഹത്തിന് വലിയ താല്പര്യം പെണ്ണുങ്ങളുള്ള സ്ഥലത്ത് പോയിരിക്കലാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഖൽബിൽ അല്ലാഹു ഷഹവത്ത്, വികാരം, ഹറാമിയത്ത് ഇത്തരത്തിലുള്ള ചിന്തകളായിരിക്കും അല്ലാഹു ഇട്ടുകൊടുക്കുക. മൻ ജലസ മഅ സ്വാലിഹീന സാദല്ലാഹു റഗ്ബത ഫി ത്വഅതിഹി. അതേ സമയത്ത് ഒരാളുടെ കൂട്ടുകെട്ട് അതേ സ്വാലിഹീങ്ങളോടാണ്, നല്ല ഇബാദത്തുള്ളവരോട് കൂടെയാണെങ്കിൽ അദ്ദേഹത്തിനിക്ക് നല്ല തഖ്വയും വറയും ഇബാദത്തുകൾ ഇങ്ങനെ കൂടി വരും. വമൻ ജലസ മഅൽ ഉലമാഇ സാദല്ലാഹുൽ ഇൽമ വൽ വറഅ. ഒരാളുടെ ജീവിതം മൊത്തം ആലിമീങ്ങളോട് കൂടെയാണ്, ഉസ്താദുമാരോട് കൂടെയാണ്. അദ്ദേഹത്തിന് വലിയ ഇൽമൊന്നും ഇല്ലെങ്കിലും അവരെ സ്നേഹിച്ച് അവരെ കൂടെ ആണ് അദ്ദേഹത്തിൻ്റെ ജീവിതമെങ്കിൽ അദ്ദേഹം എന്തു പഠിച്ചിട്ടില്ലെങ്കിലും നല്ല ഇൽമു അദ്ദേഹത്തിനൊക്കെ കിട്ടും. കാരണം അവരെ കണ്ട് പഠിക്കുകയാണല്ലോ. അപ്പോൾ ധാരോളം ഒരു ഇൽമുള്ള ആളായിത്തീരും അദ്ദേഹമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട വിഷയമാണ് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ഇത്തരം കാര്യങ്ങൾ ചിലത് നല്ല കൂട്ടുകെട്ടാണ്, ചിലത് മോശപ്പെട്ടാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ആരെ കൂടെയാണെന്ന് നാം നമ്മളോട് തന്നെ പരിശോധിക്കുക, വളരെ ഗൗരവത്തോടു കൂടെ കാണുക. അതിൽ പ്രത്യേകിച്ച് നാം ഓർക്കേണ്ടത് പണക്കാരെ കൂടെ, അതേ നേതാക്കന്മാരെ കൂടെ, പെണ്ണുങ്ങളെ കൂടെ അങ്ങനെയൊക്കെ കൂടുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടെ കാണണം. അവിടെ എല്ലാറ്റിലേക്ക് പോകാൻ സാധ്യതയുള്ള കൂട്ടുകെട്ടാണ്. ഒരിക്കലും അത്തരത്തുള്ള കൂട്ടുകെട്ട് നമുക്കുണ്ടാകരുത്. അതേ സമയത്ത് ആലിമീങ്ങളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ, ഫക്കീറന്മാരുടെ കൂടെ അങ്ങനെയുള്ള നല്ല കൂട്ടുകെട്ടായിരിക്കണം നമ്മുടെ ജീവിതം. എന്നാൽ നമ്മുടെ ജീവിതം നല്ല തഖ്വയുള്ള, വറഉള്ള, നല്ല ഇഖ്ലാസുള്ള, അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന നല്ല ജീവിതമായിരിക്കും അതിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടുകെട്ട് അവൻ നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.